മലബാർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഭവനരഹിതർക്കുള്ള ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായ വിതരണം കോഴിക്കോട് നടന്നു. മീൻചന്തയ്ക്ക് സമീപം അരക്കിണറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ജ്വല്ലറി ഗ്രൂപ്പും റെസ്പോൺസിബിൾ ജ്വല്ലറിയുമായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉൾപ്പെടെയുള്ള ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മലബാർ ഗ്രൂപ്പ് ഭവനരഹിതർക്ക് ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായ വിതരണമാണ് നടന്നത്. മലബാർ ഗ്രൂപ്പിന്റെ CSR പദ്ധതിയുടെ ഭാഗമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് ഷോറൂമിന് കീഴിലുള്ള ഗുണഭോക്താക്കൾക്കാണ് ധനസഹായത്തിന്റെ ചെക്കുകൾ കൈമാറിയത്. കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാദ് AK, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീറ്റെയിൽ ഓപ്പറേഷൻ ഹെഡ് R. അബ്ദുൽ ജലീൽ, സോണൽ ഹെഡ് ജാവേദ് മിയാൻ, മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് സീനിയർ മാനേജർ ഹസൻ കോയ, കോർപ്പറേഷൻ കൌൺസിലർമാരായ ബീരാൻ കോയ, ഷിനു പിന്നാണത്ത്, DCC സെക്രട്ടറി അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയാണ് മലബാർ ഗ്രൂപ്പ് ഭവന നിർമ്മാണ സഹായ പദ്ധതിക്ക് രൂപം നൽകിയത്. ഇതിനകം 24,000-ലേറെ കുടുംബങ്ങൾക്ക് സഹായം നൽകിയിട്ടുണ്ട്. 85 കോടി രൂപ ചിലവഴിക്കുകയും ചെയ്തു. മലബാർ ഗോൾഡിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമർ പോലും അവരറിയാതെ തന്നെ ഒരു പുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. കാരണം അവർ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് 5% ഈ രീതിയിലുള്ള ചാരിറ്റി ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത്. മരുന്ന് വിതരണം, അതുപോലെ തന്നെ ഗ്രാൻഡ്മാ ഹോം, സ്കോളർഷിപ്പ്, ഹൗസിംഗ് ചാരിറ്റബിൾ ട്രസ്റ്റ്, നിരവധി ആക്ടിവിറ്റീസ്, ഹങ്കർ ഫ്രീ വേൾഡ്, നിരവധി ആക്ടിവിറ്റീസ് ആണ് മലബാർ ഗോൾഡ് ചാരിറ്റിയായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ 200 കോടി രൂപയുടെ CSR പ്രവർത്തനങ്ങളാണ് മലബാർ ഗ്രൂപ്പ് നടപ്പാക്കുക. ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിലെ 2 ലക്ഷത്തിലേറെ ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇതിനകം 418 കോടിയിലധികം രൂപ CSR പ്രവർത്തനങ്ങൾക്കായി മലബാർ ഗ്രൂപ്പ് ചെലവഴിച്ചിട്ടുണ്ട്. 18 ലക്ഷത്തിലധികം ആളുകളുടെ ജീവിതത്തിന് ഇത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.